ചെയ്ത സാരി വാങ്ങാൻ പാകത്തുണ്ടോ അതോ കടയിലേക്ക് മാത്രമേ കൊടുക്കുള്ളൂ? നിങ്ങൾക്കല്ലേ ഊറുങ്ക சேலம் தான். வேலைக்கு எத்தனை நாளாக வந்திருக்கு? 3 மாதம் ஆகுது. 3 மாதம் ஆகுது. போயிட்டு மறுபடியும் ஓ ஓ. போயிட்டு அப்போ முன்னாடி பூரா எத்தனை நாள் ஒர்க் பண்ணிட்டு இருக்கு இங்கே? எத்தனை வருஷமாக இருக்கு? 5 வருஷம். ഇത് 5 വർഷം. 5 വർഷം. ഇതിപ്പോൾ ഒരു മുണ്ട് 10 മുണ്ട്. 18 മുണ്ട്. 18 മുണ്ട്. 18 മുണ്ട് 10 നാളാവും. 18 മുണ്ട് 10 നാളാവും. 10 നാൾ 12 നാളാവും. 18 മുണ്ട്. ഒരു നാളെ 1.5 മുണ്ട് കഴിയണം. 1.5 മുണ്ട് കഴിയണം. ഇവിടെ മുണ്ട് മട്ടും താനാ അതാ മുണ്ട് മട്ടും താ സാരി ഉണ്ട്. ഇത് അന്ന് മുണ്ട് നെയ്തൊക്കെ ആകെ മെഷീനാ? ഹാൻഡ്ലൂം. എത്ര വർഷം പഴക്കം ഉണ്ടായിരുന്നു? എനിക്കിപ്പോൾ 2 തലമുറ ആയി വെക്കാം. മൊത്തം 400 കൊല്ലം പഴക്കമുണ്ടാവും. 400 കൊല്ലം പഴക്കം ഉണ്ടാവും. 2 അമ്പലത്തിനും. ഇത് പുതുക്കിപ്പോൾ 9 കൊല്ലമായി. അത് ശരി. ഇനിയിപ്പോൾ അതിപ്പോൾ തുടങ്ങിയിട്ട് 3.5 കൊല്ലമായി പണി തുടങ്ങിയിട്ട് 3.5 കൊല്ലമായി. ഇപ്പം ഇന്ന് ഈ ഏപ്രിൽ 22 കുംഭാഭിഷേകമാണ്. ഓ, പണി കഴിഞ്ഞ് ഫിനിഷിങ് വർക്കാണ്. ദേവിയുടെ പ്രതിഷ്ഠ. രണ്ടും ഒരേ ദേവിയാണ്. ഒരേ ദേവിയാണ്. ചൗഡേശ്വരി പറയും. ഉത്സവം ഏപ്രിലാണ്. ഫെബ്രുവരിയിലാണ്. 18 20 സംതിങ്ങിനുള്ളിൽ വരും. അതെ. ഇത് ഇവിടെ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ രാജാക്കന്മാർക്ക് ഈ മുണ്ടും കസവിൻ്റെ മുണ്ടുകളും ഇതും സാരിയും ഒക്കെ നെയ്യാൻ വേണ്ടിയിട്ട് മൈസൂരിൽ കൊടുന്ന് ഇതാക്കിയതാണ്. 10-400 കൊല്ലം പഴക്കമുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത് നെയ്ത്ത് ഗ്രാമമായി മാറി. ഇവിടെ സ്വന്തം ഭാഷ പറയുന്നത് കന്നഡമാണ്. വീട്ടിൽ സംസാരിക്കുന്നത് കന്നഡയാണ് സംസാരിക്കുന്നത്. വീട്ടുകളിൽ സ്വന്തം ഭാഷ. കുട്ടികൾ പഠിക്കുന്നതൊക്കെ മലയാളം തന്നെയാണ്. വീടുകളിൽ സംസാരിക്കുന്ന സ്വന്തം ഭാഷ കന്നഡയാണ്. അപ്പം ഈ നെയ്യുന്നവരെല്ലാം അപ്പം അവിടെയുള്ള കന്നഡക്കാരാണ്. അതിനിപ്പോൾ പഴയ ആൾക്കാർ മാത്രമല്ല, പൂർവ്വമായിട്ട് പുതിയ പിള്ളേരൊന്നും ഇതിലേക്ക് ഇറങ്ങണില്ല. അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള ഇതില്ല, കിട്ടുന്നില്ല. വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ലേ? വരുമാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പഴയ ആൾക്കാർ ഒരു 40, 45, 50, 60, 70 വയസ്സുള്ള ആൾക്കാർ മൊത്തം പണിയുള്ളൂ. അപ്പോൾ ഇവരിത് ഇപ്പോൾ ചെയ്തിട്ട് എവിടെ കൊടുക്കുക? ഇവിടെ സൊസൈറ്റിയിലും കൊടുക്കാറുണ്ട്, പിന്നെ പ്രൈവറ്റിലും കൊടുക്കാറുണ്ട്. പ്രൈവറ്റ് പാർട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ കൊടുത്ത് അവർ നെയ്പ്പിക്കും. അവർക്ക് ഏതാ വേണ്ട ആ സാധനം നെയ്പ്പിക്കുകയാണ്. നമുക്ക് ഏകദേശം എത്ര ദിവസം പിടിക്കും ഒരു സാരിയൊക്കെ ചെയ്തു? ഒരു സാരി ഒരു ദിവസം മതി. നല്ല ഡിസൈൻ വർക്ക് കൂടുതലുണ്ടെങ്കിൽ 2 ദിവസം പിടിക്കുന്നതുകൊണ്ട് 3 ദിവസം പിടിക്കുന്നതുകൊണ്ട്. സാധാ ഒരു സാരിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പണിയെടുക്കും. പിന്നെ വേഗം സ്വന്തം പണിയാണ്. ആരെയും ആശ്രയിക്കുന്ന കാര്യമില്ല. നേരത്തെ ഒരു 5 മണിക്ക് 5:30 6 മണിക്കൊക്കെ പണിയെടുക്കും. ഒരു വൈകുന്നേരം 8-9 മണിയൊക്കെ പണിയെടുക്കും. അവർക്ക് പണി അവർ വയ്ക്കാം. എന്താ വീട്ടിലൊരു നമുക്കൊരു നെയ്ത്ത് കറിയുണ്ടെങ്കിൽ വൈഫും കൂടെ അതിന് കസവും നൂലൊക്കെ ചുറ്റി കൊടുക്കും. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. കുത്തമ്പുള്ളിയിലേക്കുള്ള ലാസ്റ്റ് ബസ്സും ഇവിടെ വരെയാണ് ഉള്ളത്. ഈ ചെറിയ ഗ്രാമം ഇവിടെ അവസാനിക്കുന്നു.